ആചാരലംഘനം നടത്താനുള്ള നീക്കത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്ന് റദ്ദാക്കി ഹൈക്കോടതി. എറണാകുളം ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസ് നടപടികളാണ് ഹൈക്കോടതി ഇന്ന് റദ്ദാക്കിയത്. സംഘപരിവാർ നേതാക്കളായ KP ശശികല ടീച്ചർ, SDR കുമാർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മുൻ DGP TP സെൻകുമാർ എന്നിവർക്കെതിരായ കേസാണ് റദ്ദാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് നിലവിലെ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നടപടി? വിഷ്ണു, ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് KP ശശികല ടീച്ചർ, അതോടൊപ്പം തന്നെ മുൻ DGP TP സെൻകുമാർ, SDR കുമാർ, ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഈ 4 പേർക്കുമെതിരെ കൊല്ലങ്കോട് പോലീസ് കേസെടുത്തിരുന്നു. ആ കേസാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുള്ളത്. 2019 ജനുവരി 23-നായിരുന്നു ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. പ്രോസിക്യൂഷന്റെ കേസിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ 4 പേരും, അതായത് 1 മുതൽ 4 വരെയുള്ള പ്രതികളായിട്ടാണ് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ 4 പേരും 200 പേരടങ്ങുന്ന സംഘവും ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം, അതായത് നിയമവിരുദ്ധമായിട്ട് കൂട്ടം ചേരുകയും മുളവടിയും അതോടൊപ്പം തന്നെ മറ്റ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കലാപം സൃഷ്ടിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ അതിൻ്റെ ഓഫീസിന് കേടുപാട് വരുത്തുകയും ചെയ്തിരുന്നു എന്നുള്ളതായിരുന്നു ഈ പ്രോസിക്യൂഷന്റെ കേസായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ ഹൈക്കോടതിയെ സമീപിച്ചതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, നേരത്തെ പോലീസ് തുടരന്വേഷണം നടത്തിയതിനു ശേഷം ഒരു റിപ്പോർട്ട് വിചാരണ കോടതിയിൽ, അതായത് ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഈ പറയുന്ന 4 പേർക്കുമെതിരെ കുറ്റം, അവർ ആരും തന്നെ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല, അതുകൊണ്ട് തന്നെ പ്രതിപട്ടികയിൽ നിന്നും ഈ 4 പേരെയും ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു പോലീസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട്. അത് കോടതിയിൽ പറയുകയും, പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി പിന്നീട് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നില്ല. തുടർന്നാണ് ഈ 4 പേരും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്തായാലും ഇപ്പോൾ ഈ ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലുള്ള എല്ലാ കേസ് നടപടികളും, ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഈ റദ്ദാക്കിയ ഉത്തരവിനൊപ്പം ഹൈക്കോടതി ഒരു നിർണായകമായിട്ടുള്ള നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ട്. അതായത് ഹർജിക്കാർക്കെതിരായിട്ടുള്ള കേസ് നടപടികൾ തുടരുന്നത് അത് നിയമപ്രക്രിയയുടെ ദുരുപയോഗമെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരുമെന്നാണ് ജസ്റ്റിസ് VG അരുണിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസ് റദ്ദാക്കിയത്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോലീസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ 4 പേർക്കുമെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിഷ്ണു, രേഷ്മ, ഒപ്പം എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ സുപ്രധാനപരമായ നിരീക്ഷണം അത് തന്നെയാണ്. ഈ പറയുന്നത് പോലെ നിയമത്തെ ദുരുപയോഗം ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഈ ഒരു കേസ് പോലും അത്തരത്തിൽ തന്നെ ഉണ്ടായെന്നുള്ള ഒരു കാര്യം കൂടിയല്ലേ ഇപ്പോൾ ഹൈക്കോടതി തന്നെ സൂചിപ്പിക്കുന്നത്? അതെ, ആ നിരീക്ഷണത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില വാചകങ്ങൾ ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ പോലീസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടിലടക്കം പ്രതിപട്ടികയിൽ നിന്നും ഈ 4 പേരെയും ഒഴിവാക്കണമെന്നുള്ള ആവശ്യം വിചാരണ കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ പറയുന്ന 4 പേരും കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 4 ഹർജിക്കാർക്കെതിരെയും ഈ കേസ് നടപടികൾ തുടരുന്നത് അത് നിയമപ്രക്രിയയുടെ ദുരുപയോഗമായിട്ട് വ്യാഖ്യാനിക്കേണ്ടി വരുമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയത്. എന്തായാലും ആചാര ലംഘനത്തിന്റെ പേരിലായിരുന്നു ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം നടത്തിയത്. അത് പക്ഷേ കലാപം എന്നുള്ള രീതിയിലാണ് പോലീസ് കേസെടുക്കുകയും തുടർ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തത്. 2019 ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി ചേർന്നുണ്ട്. ടീച്ചർ, എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? കേസ് റദ്ദായി കിട്ടി എന്നതിൽ സന്തോഷമുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കേസ് റദ്ദാക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ, കാരണം ഈ കേസ് ചുമത്തിയിരിക്കുന്നതിനൊന്നും ആധാരമായ അല്ലെങ്കിൽ ഒരു തരത്തിലും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നുള്ള നിരീക്ഷണത്തോടു കൂടി തന്നെയാണ് ഇത് റദ്ദ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ബാക്കി ചാർജ് ചെയ്ത 100 കണക്കിന് കേസുകളും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ ഇതിന് നമുക്കൊരു നീണ്ട സമയം എടുക്കുന്നു. കാരണം ഓരോ കേസ് ഓരോന്നും കീഴ്ക്കോടതിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഹൈക്കോടതിയിൽ വന്ന് റദ്ദ് ചെയ്യിപ്പിക്കുന്ന നീണ്ട നിയമ പോരാട്ടം ഇതിനു വേണ്ടി വരുന്നു. ഇത് കരുതിക്കൂട്ടി സർക്കാർ ഞങ്ങളെ മേലെ അടിച്ചേൽപ്പിച്ചതാണ്. അപ്പൊ ഈ ഒന്ന് റദ്ദ് ചെയ്യുമ്പോഴും ബാക്കിയുള്ളത് കിടക്കുക. അങ്ങനെ മൊത്തം 6ഓ 7ഓ കേസ് മാത്രമാണ് ഇതുവരെ റദ്ദ് ചെയ്ത് പോയിരിക്കുന്നത്. ബാക്കി മുഴുവൻ ഈ ഇത്രയും വലിയ നീണ്ട പ്രോസസ്സിന് വിധേയമാകുന്നത് ഒരു തരം രാഷ്ട്രീയ ശത്രുത പ്രകടിപ്പിച്ചു തന്നെയാണ്.
ടീച്ചർ, ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ പറയുന്നത് പോലെ ഹൈന്ദവ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി നടന്ന പ്രതിഷേധം, ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ നിയമത്തെ ദുരുപയോഗം ചെയ്യുക, ഒരുപക്ഷെ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ വിജയം കൂടി തന്നെയല്ലേ? തീർച്ചയായും. കാരണം നിയമപരമായി ഒരിക്കലും നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് ഈ നൂറുകണക്കിന് കേസുകൾ ഒരു സമരത്തിന്റെ പുറത്ത് എടുത്തത് അത് വ്യക്തമായി ഒരു വിരോധം കൊണ്ട് അല്ലെങ്കിൽ ഒരു ശത്രുത കൊണ്ട് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായും അതിന് നിയമപരമായി നിലനിൽപ്പില്ല എന്ന് കോടതിയിൽ നിന്ന് തന്നെ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യം വിജയിച്ചു എന്ന് തന്നെയാണ് അതിന് മനസ്സിലാക്കുന്നത്. ഹൈന്ദവ സമൂഹത്തിന്റെ വിജയമാണ്. അതിപ്പോ ഞങ്ങൾ ഇതിന്റെ ഈ കേസിൽ നിന്ന് ഒഴിവായവർ മാത്രമല്ല, ഈ പോരാട്ടത്തിന് ഒപ്പം നിന്ന എല്ലാവരുടെയും വിജയമായിട്ട് തന്നെ ഇതിനെ കാണണം. യെസ്, വളരെയധികം നന്ദി ടീച്ചർ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തായാലും ശശികല ടീച്ചർ പ്രതികരിച്ചതുപോലെ ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു വിജയം കൂടിയായി മാറുകയാണ്. ഒരുപക്ഷെ മറ്റ് കേസുകൾക്കും സമാനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ് ഇനിയുള്ളത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും പരാമർശം ഹൈക്കോടതി നടത്തിയിട്ടുണ്ടോ? വിഷ്ണു, ഇത് കൊല്ലംകോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രമാണ് ഹൈക്കോടതി അത് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. സമാനമായിട്ടുള്ള മറ്റ് കേസുകൾ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം ഉണ്ടാകാറില്ല. പക്ഷേ ഈ കേസിൽ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് പോലീസിന്റെ തുടരന്വേഷണ റിപ്പോർട്ടിലടക്കം ഈ പ്രതിപട്ടികയിൽ നിന്നും ഈ 4 പേരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും പ്രോസിക്യൂഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നീതിയുക്തമല്ല എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ FIR അടക്കം ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. നേരത്തെ ഈ ആചാര ലംഘനത്തിന്റെ പേരിൽ ഭക്തർ നടത്തിയ പ്രതിഷേധ സമരത്തെ അതൊരു കലാപമാക്കിയെടുക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ സംസ്ഥാനത്തെമ്പാടും വ്യാപകമായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടും അത്തരത്തിലൊന്നായിരുന്നു കൊല്ലംകോട് പോലീസും രജിസ്റ്റർ ചെയ്തത്. പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പറയുന്ന ആളുകൾക്കെതിരെ ശേഖരിക്കാനായിട്ട് പോലീസിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് വിചാരണ കോടതിയിലടക്കം ഈ കേസിൽ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പോലീസിന് സാധിക്കാതിരുന്നത്. എന്തായാലും ഹൈക്കോടതിയിലടക്കം ഈ ഒരു റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിക്കൊണ്ട് കേസ് അപ്പാടെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിട്ടുള്ളത്. വിഷ്ണു, രേഷ്മ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി നടത്തിയ നിർണായകമായ ഒരു നിരീക്ഷണം ഒരുപക്ഷെ ഈ ഒരു കേസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഈ പറയുന്നത് പോലെ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കേസെടുക്കുക, പ്രത്യേകിച്ചും ഈ ഒരു കേസിന് പിന്നിൽ കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു പ്രതിഷേധങ്ങളെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം തന്നെയല്ലേ നടന്നത്. ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം വിരൽ ചൂണ്ടുന്നതും അതിലേക്ക് തന്നെയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, കാരണം അന്ന് ആചാര ലംഘനത്തിന്റെ പേരിൽ പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ ഭക്തർ കൂട്ടം കൂടിയ സമയത്ത് അതൊരു നിയമവിരുദ്ധമായിട്ടുള്ള കൂട്ടം ചേരലായിട്ടും അത് ലഹളയായിട്ടും വ്യാഖ്യാനിച്ചു കൊണ്ടായിരുന്നു സർക്കാരും പോലീസും രംഗത്ത് വന്നത്. നൂറുകണക്കിന് പേർക്കെതിരെയായിരുന്നു ഓരോ ഇടത്തും ഓരോ പ്രദേശത്തും. ഇപ്പോൾ അയ്യപ്പ സേവാ സമാജം ദേശീയ ചെയർമാൻ SJR കുമാർ ചേർന്നത്. ശ്രീ SJR കുമാർ, എന്തായാലും ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു നിരീക്ഷണം കൂടിയാണ് പുറത്തു വരുന്നത്. നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടെടുത്ത കേസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, അതാണ് ഇപ്പോൾ റദ്ദാക്കപ്പെട്ടിട്ടുള്ളത്. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? നമ്മളുടെ അയ്യപ്പ ഭക്തന്മാരുടെ നേരെ 2018-19 കാലയളവില് വളരെയധികം പോലീസ് മർദ്ദനങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. നമ്മൾ നാമജപയാത്ര നടത്തിയപ്പം അതിനെ തടസ്സപ്പെടുത്തുകയും ബലമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എല്ലാം പേരിൽ പലരുടെയും പേരിൽ കള്ളക്കേസുകളും എടുത്തു. ഇതാണ് ശബരിമല പ്രക്ഷോഭ സമയത്ത് അതിൽ ശക്തമായ ഹിന്ദുവിന് വേണ്ടി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടി നിലകൊണ്ടവരുടെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കൊക്കെ പൊതുവെ അറിയാം. പക്ഷേ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഇത്തരം പീഡനങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ശാന്തമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരുന്നത് എന്തെന്നാൽ ഇവിടെ നീതി വ്യവസ്ഥ പരിപാലിക്കപ്പെടും, കോടതികളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ട് ഇത്തരത്തിലുള്ള പല കള്ളക്കേസുകളും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലൊക്കെ എത്തിയപ്പോൾ അത് യാതൊരു വാസ്തവമില്ലാത്തതാണെന്നും പലപ്പോഴും പലതിനും സാക്ഷിയില്ല, വേണ്ടതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുതയെല്ലാം മനസ്സിലാക്കി കള്ളക്കേസുള്ള നിലയിൽ പല കേസുകളും ഒന്നൊന്നായിട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മൾ കാണേണ്ടത് ഈ കലാപാഹ്വാനം. ഇപ്പൊ ഈ പിൻവലിച്ചു എന്ന് പറയുന്ന കേസ് അതിൽ പ്രധാനമായിട്ട് കാണേണ്ടത് കലാപാഹ്വാനം നൽകി, അതുപോലെ തന്നെ മാരകായുധമെന്ന് പറഞ്ഞിട്ട് മുളവടിയാണ് പറയുന്നത്. അത്തരം മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസിനെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും മർദ്ദിക്കുക, അവിടുത്തെ ഒരു പാർട്ടി ഓഫീസ് CPMന്റെ പാർട്ടി ഓഫീസ് നശിപ്പിച്ചു തുടങ്ങിയ കേസുകളാണ് ഉണ്ടായിരുന്നത്. സത്യത്തില് ഇത് അവാസ്തവമാണെന്നുള്ളത് പോലീസുകാർക്ക് പോലും അറിയാം.
പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാൽ നമുക്കറിയാം, കേരള സർക്കാർ, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ നിഗൂഢമായ ഇത്തരം കള്ളക്കേസുകൾ എടുക്കേണ്ട സാഹചര്യം എന്തെന്ന് വെച്ചാൽ അവരുടെ നടപടികളോടെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. നമ്മൾ ശക്തമായ പ്രതിഷേധക്കൂടെയും അതുപോലെ സുപ്രീം കോടതിയിൽ നമ്മൾ റിവ്യൂ പെറ്റീഷനും റിട്ട് പെറ്റീഷനും കൊടുത്ത് അതിനെ തടയുകയും ചെയ്തതോടുകൂടി അവരുദ്ദേശിച്ച തരത്തിലേക്ക് ശബരിമലയിലെ വിശ്വാസത്തിനെ തകർക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ട് ആ വൈരാഗ്യമാണ്. കൂടാതെ ആ സമയത്ത് നമുക്കറിയാം ശക്തമായ രീതിയിൽ എത്രത്തോളം കേസുകളുണ്ടായാലും പോലീസ് മർദ്ദനങ്ങൾ ഉണ്ടായാലും ഒരു കാരണവശാലും നമ്മുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നമ്മളെ ശക്തമായ പ്രക്ഷോഭം, അതുപോലെ തന്നെ ഹിന്ദു സമൂഹം മൊത്തത്തിലും സംഘപരിവാറിന്റെ ഹിന്ദു സംഘടനകളും മറ്റു സംഘടനകളും എല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ടും മാത്രമല്ല നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് ആ ഒരു സമയത്ത് കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനകൾ പോലും എല്ലാവരും കൂടെ ഒന്നിച്ച് ഭക്തജനങ്ങളെല്ലാം ഹിന്ദുക്കളെല്ലാവരും ഒന്നിച്ച് തന്നെ ആയിരുന്നു ആ പ്രക്ഷോഭത്തിലും അതുപോലെ തന്നെ എല്ലാ നടപടികളും നമ്മൾ കാണണം. തീർച്ചയായിട്ടും അതിനെതിരെ നീങ്ങിയ കേരള സർക്കാരിന്റെ ഈ ഗൂഢനീക്കങ്ങൾ, കള്ളക്കേസുകളെല്ലാം ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്നു. അത് മുമ്പും പല കേസുകൾ നമ്മൾ ഇതുപോലെ കാണാൻ പറ്റും. അതായത് നമുക്ക് വിവരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഓരോ വസ്തുതകളാണ് ഈ കേസുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമുക്കറിയാം, ഹൈക്കോടതി വരുമ്പം അതിന് സാക്ഷിമൊഴികളില്ല, തെളിവില്ല എന്ന് കാണുമ്പോൾ ഒന്നൊന്നായിട്ട് പിൻവലിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇത് തന്നെ ജനം ടി വി തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് നമ്മൾ ഒരു ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടൊരു വിഷയം മാന്നാർ, അതായത് ഇത്തരം കേസുകൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അടിക്കടി ഇത്തരം കേസുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നടപടി ഉണ്ടായിട്ടും അല്ലെങ്കിൽ എത്ര വാദങ്ങൾ ഉന്നയിച്ചിട്ടും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നില്ല, തള്ളിപ്പോന്നു, കാഴ്ചയപ്പെടുന്നു എന്ന് കണ്ടിട്ടും അതുപോലെ തന്നെ നമുക്കറിയാം കേരള സർക്കാർ മന്ത്രിസഭ കൂടി ഈ ശബരിമല കേസ് അന്നത്തെ കേസുകളിലെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടും അവർ വീണ്ടും പുതിയ കേസുകളായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ 1.5 മാസം മുമ്പ് ജനം ടി വിനെ ചർച്ചയ്ക്കെടുത്തൊരു വിഷയമാണ് മാന്നാർ കേസ്. മാന്നാറിലെ പോലീസ് സ്റ്റേഷനിലെ അടുത്തൊരു കേസ്, അതായത് അന്ന് ഗവർണറായിരുന്ന ശ്രീ ശ്രീധരൻപിള്ള, മുൻ മന്ത്രി വി മുരളീധരൻ തുടങ്ങി ഞാൻ, ശശികല ടീച്ചർ തുടങ്ങി നമ്മുടെ എല്ലാം പേരിൽ 13ഓളം പേരുടെ പേരിലെടുത്ത കള്ളക്കേസ്, മാരകായുധം എന്തിക്കൊണ്ട് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കേസ് നമ്മൾ ചർച്ച ചെയ്താണ്. അപ്പൊ അത്തരം കേസുകൾ വീണ്ടും ഇവിടുന്ന് പൊങ്ങി വരുന്നു നമ്മൾ കാണണം. അതായത് ഒരു വശത്തൂടെ കോടതിയിലെ ഹൈക്കോടതി ഇടപെടൽ മൂലം കേസുകൾ അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും വീണ്ടും കേസുകൾ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന് യാതൊരു വിധത്തിലുള്ള ഈ സമൂഹത്തോട് കടപ്പാടില്ല, അത് ഭക്തജനങ്ങളോട് വെറുപ്പാണ്, വിദ്വേഷമാണ്. അതിന് ഏതറ്റം വരെയും പോകും. കോടതികൾ ഇടപെട്ട് ഓരോ കേസുകൾ അവസാനിപ്പിച്ചാലും സമാനമായ അതുപോലുള്ള കേസുകൾ വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭക്തജനങ്ങളെ മനസ്സ് മടിപ്പിക്കാം എന്നാണ് അവർ ധരിക്കുന്നതെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ശക്തമായ പ്രതികരണം ഉണ്ടാവും. ഇതൊരിക്കലും നമ്മൾ താഴ്ത്തിയിട്ട് കുനിഞ്ഞു നിന്ന് സ്വീകരിക്കുന്ന പരിപാടിയില്ല. കേസുകളുടെ കാര്യത്തിലായാലും ശരി, ഇത്തരം വിഷയങ്ങളുടെ കാര്യത്തിലായാലും ക്ഷേത്രദംശങ്ങളുടെ കാര്യത്തിലായാലും ശരി, ശക്തമായ രീതിയിൽ തന്നെ ഹിന്ദു പ്രതികരിക്കാൻ ഇന്ന് പഴയതിലും ശക്തമാണ്. 2018 19 കാലത്തേക്കാൾ 10 മടങ്ങ് ശക്തിയാർജിച്ച ഒരു ഹിന്ദു സമൂഹമാണ്, ഒരു ഭക്തജന സമൂഹമാണ് ഇന്ന് നിലനിൽക്കുന്നുള്ളത് ഈ സർക്കാരും ഇടതുപക്ഷ പാർട്ടികളും കാണണം. അത് യാതൊരു കാരണവശാലും അത്ര നീക്കതിനെ അനുവദിക്കത്തില്ല. ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന പീഡനം ഇനിയും തുടരാനാണെങ്കിൽ അതിനുവേണ്ടി ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ബഹുമാന്യായ കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ കൃത്യമായൊരു നീതി നിർവഹണം നടത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഒരിക്കലും നീതി നിഷേധിക്കപ്പെടില്ല എന്നുള്ളതിന്റെ പൂർണ്ണ വിശ്വാസം നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കേസൊക്കെ മുന്നോട്ട് പോയെങ്കിലും അതിന് മറ്റൊരു തരത്തിൽ പ്രതികരിക്കാതിരുന്നത്. അതിന് ഫലം കാണുന്നു എന്ന് നമ്മൾ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നുണ്ട്. യെസ്, വളരെയധികം നന്ദി. എന്തായാലും നിർണായകമായ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശബരിമലയിൽ ആചാര ലംഘനം നടത്താനുള്ള നീക്കത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഒന്നാണ് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ കൂടി നൽകിയത്.